ഭാഗമാകുന്നു. ശ്രീകുമാർ, ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന ഒരു സർവേ ഫലം അത് ഞാനൊന്ന് വായിക്കാം. നമുക്കറിയാം, വിവിധ സർവേ ഫലങ്ങൾ സ്വാഭാവികമായും വന്നുകൊണ്ടിരിക്കും ഈ സമയത്ത്. അതിൽ ഒന്നുള്ളത്, കേരളത്തിൽ UDF തൂത്തുവാരും. അത് സർവേ ഫലം പുറത്തുവിട്ടിരിക്കുന്ന മറ്റാരുമല്ല, ABP സി ന്യൂസിൻ്റെ ഒരു സർവേ ഫലമാണ്. സി വോട്ടർ 20 സീറ്റുകളിൽ ഒന്നുപോലും NDAക്ക് നേടാൻ സാധിക്കില്ല. വയനാട്ടിൽ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ സ്വാധീനം ഇത്തവണയും UDFന് അനുകൂല തരംഗം സൃഷ്ടിക്കും എന്നുള്ളതാണ്. 20 മണ്ഡലങ്ങളിലും 44.5% വോട്ടുകൾ നേടിയാണ് UDF ഇത്ര വലിയ ഒരു വിജയം നേടുക എന്നുള്ളതാണ്. LDF 31%, NDA ഏതാണ്ട് 20% വോട്ടുകൾ നേടും. NDAയുടെ വോട്ട് വിഹിതം വർദ്ധിക്കുന്നുണ്ട്. ഇത് ഈ ഫലം, അതിൻ്റെ ഒരു ആധികാരികത അതൊക്കെ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും. പക്ഷെ അപ്പോഴും വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ് UDFന്. അല്ല രഞ്ജിത്ത്, ഇതിൽ ആത്മവിശ്വാസം എന്ന് നമ്മൾ പറയുമ്പോൾ ഏതൊരു ഒരു സർവേ വേണ്ട. ഇപ്പൊ നിങ്ങൾ ഒരു സാധാരണക്കാരന്റെ മനസ്സിൽ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ആദ്യം വരുന്നത് കേരള ഗവൺമെന്റ് ആണ്. അപ്പൊ കേരള ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളാണ് ആദ്യമായിട്ട് അയാളുടെ മനസ്സിൽ വരിക, വോട്ടറുടെ മനസ്സിൽ. അപ്പൊ ക്ഷേമ പെൻഷൻ കിട്ടാത്തവരുണ്ട്, ശമ്പളം കിട്ടാത്തവരുണ്ട്, വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ കഷ്ടപ്പെടുന്നവരുണ്ട്, തൊഴിലില്ലാത്തവരുണ്ട്, PSC ലിസ്റ്റിൽപ്പെട്ട് പണിയില്ലാത്തവരുണ്ട്. ഇതൊക്കെ അവരുടെ മനസ്സിൽ വരുമ്പോൾ അവർ വേറെ ആലോചിക്കും. എന്ത്? സ്വന്തക്കാർക്കൊക്കെ പ്രൊമോഷൻ, ഇരട്ടി പ്രൊമോഷൻ. ഈ തെരഞ്ഞെടുപ്പ് കാലത്തും കേരള ഹൗസിൽ നടന്ന് നമ്മൾ കണ്ടല്ലോ, ഒരു NGO യൂണിയൻ നേതാവിന് ഇരട്ട പദവി കൊടുത്തു, പ്രൊമോഷൻ കൊടുത്തു എന്നിട്ട് വാർത്ത വന്നിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ മുൻ മുഖ്യമന്ത്രി BS അച്യുതാനന്ദന്റെ മകനുമായി ബന്ധപ്പെട്ടൊരു വാർത്ത വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ അവരുടെ മനസ്സിലെത്തും. അപ്പൊ അവരുടെ മനസ്സിൽ ആ സമയത്ത് അതാണ് വരിക. ആദ്യം അവനവന്റെ ജീവിതമല്ലേ ഏറ്റവും പ്രധാനം. ആദ്യം സ്വന്തം ജീവിതവും ആ ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടും നീങ്ങിക്കിട്ടണം. അതിനുവേണ്ടിയുള്ള ഒരു സംവിധാനമാണ് ആഗ്രഹിക്കുക. ഇപ്പൊ വയനാടാണെങ്കിലും കോതമംഗലമാണെങ്കിലും അവിടെ കാട്ടുമൃഗങ്ങളുടെ പ്രശ്നം, നമ്മുടെ മുഖ്യമന്ത്രി ഏതെങ്കിലും തരത്തിലൊരു നിലപാട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹം ഈ പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോൾ ഒരു പ്രസ്താവന അദ്ദേഹത്തിൻ്റെതായിട്ട് പ്രസ്താവനയായിട്ടാണ് കണ്ടത്. കേരളത്തിൽ നടപ്പാക്കില്ല. അത് അദ്ദേഹത്തിനും അറിയാം. അത് ആ പറയുന്നത് ശരിയല്ല, തെറ്റാണ്. അതൊരു അങ്ങനെ പറയുന്നത് ഒരു ഭരണഘടനാപരമായ ഒരു നീതിയല്ല, രീതിയല്ല എന്നൊക്കെ അദ്ദേഹത്തിന് പറയാം. പക്ഷെ എന്തിനാ അദ്ദേഹം പറഞ്ഞത്? ഞാൻ ഇതാ നടപ്പാക്കില്ലെന്ന് ഒരു വിഭാഗത്തെ ഓർമ്മിപ്പിക്കുകയാണ്. അതൊരു രാഷ്ട്രീയ തട്ടിപ്പാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ളൊരു സംവിധാനത്തിൽ വോട്ട് ചെയ്യാൻ പോകുന്ന ആദ്യ ഒരു വോട്ടറുടെ മനസ്സിൽ വരുന്നത് എന്താണ്? കേരള ഗവൺമെന്റ്. രണ്ടാമത് എന്താണ് വരുന്നത്? രണ്ടാമത് വരുന്ന കാര്യം, രാഷ്ട്രീയമായി ചിന്തിക്കുന്നവരുടെ മനസ്സിലുള്ള കാര്യം, ദേശീയ തലത്തിൽ ഈ പൗരത്വ ഭേദഗതി നിയമം മാത്രമല്ല, അയോധ്യ വിഷയമുണ്ട്, അതുപോലെ തന്നെ ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബോണ്ടുണ്ട്. അങ്ങനെ പല വിധത്തിൽ ചിന്തിക്കുന്നവരുണ്ട്. ഗ്യാസിന്റെ വില കൂടിയതും കുറഞ്ഞതും മാത്രം ചിന്തിക്കുന്നവരുണ്ട്. പെട്രോളിന്റെ വിലയുടെ മാത്രം ചിന്തിക്കുന്നവരുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരൊഴികെ മറ്റുള്ള ചില വിഭാഗങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു കാലത്ത് പറഞ്ഞിരുന്ന ആ തുകയെക്കുറിച്ച് ഓർക്കുന്നവരുണ്ട്. റബ്ബർ കർഷകരുടെ മനസ്സിൽ വേറെ വരും, നെൽകർഷകരുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ വരും. ഇതൊക്കെ വരുമ്പോൾ നമ്മുടെ നാട്ടില് അവസാനം ചിന്തിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരുപാട് കാലം ഭരിച്ച കോൺഗ്രസ് ഈ നാട്ടിലെ ഒരാളെ പോലും വേർതിരിവോടെ കണ്ടില്ല. മതേതര ചിന്ത എന്നുള്ളത് ഏത് മതസ്ഥനും ഇവിടെ സുഖമായി ജീവിച്ചു പോകാനുള്ള അവസരം ഉണ്ടായിരുന്നു. അത് തർക്ക വിഷയമായി. അത് അടിപിടി ഉണ്ടാവുന്നുള്ളതൊക്കെ വേറെ കാര്യം. പക്ഷെ തർക്കമാണ്. ക്രിസ്ത്യാനിയുടെ കാര്യം വരുമ്പോൾ ക്രിസ്ത്യാനിയും, മുസ്ലിമിന്റെ കാര്യം വരുമ്പോൾ മുസ്ലിമും, ഹിന്ദുവിന്റെ കാര്യം വരുമ്പോൾ ഹിന്ദുവും ഒക്കെ അവനവനിസത്തിലേക്ക് മാറി ഒരു ചർച്ചയിലേക്ക് പോവുകയാണ്. അത്തരമൊരു അവസ്ഥയൊക്കെ വരുമ്പോൾ ഒരു സാധാരണ വോട്ടർ, കേരളത്തിലെ സാധാരണ വോട്ടറുടെ മനസ്സിൽ രാഷ്ട്രീയമുണ്ട്, ദിനചര്യയുണ്ട്, കുട്ടികളുടെ ഭാവിയുണ്ട്, തൊഴിലൊക്കെ ഉണ്ട്. ഇങ്ങനത്തൊക്കെ വരുമ്പോഴാണ് അവർ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു തീരുമാനമെടുത്തിട്ട് ഒരു വോട്ട് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ അവർക്ക് പറ്റിയ പാർട്ടി ഏതാണ്? ഇന്ത്യ ഭരിച്ച കോൺഗ്രസിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായ ഭിന്നത എന്താണ് ഉള്ളത്? കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചു, ഒന്നും നടന്നില്ല എന്നുള്ള രാഷ്ട്രീയ ആരോപണമുണ്ട്. പക്ഷെ വേറെ എന്താ കോൺഗ്രസിനെ കുറിച്ചുള്ളത്? ആരെയെങ്കിലും അവർ കൊല്ലുന്നുണ്ടോ? ആരെയെങ്കിലും മർദ്ദിച്ച് അവശരാക്കുന്നുണ്ടോ? ഏതെങ്കിലും രീതിയിൽ ഈ സ്വജനപക്ഷപാതമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ ഇടതുമുന്നണിയെ പോലെ സ്വന്തക്കാർക്ക് മാത്രം എന്ന രീതിയിലേക്ക് പോയിട്ടുണ്ടോ? അതാണ് ആത്മവിശ്വാസം. തിരിച്ചു വരാം ശ്രീ ജയചന്ദ്രൻ.